എന്തായാലും എനിക്കറിയില്ല ആരാ ഔട്ടാവുക ആരാ ഇന്നാവുക എന്നൊന്നും. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? രേണു ചേച്ചി, വിഷമം മാറ്റാന്ന് പറഞ്ഞാൽ അതിലൊരു പ്രസക്തിയില്ല. കാരണം എന്തായാലും വിഷമം ആണ് എല്ലാവർക്കും, എല്ലാവരും മുഖത്തുനിന്നും അത് നന്നായിട്ട് അറിയുന്നുണ്ട്. കാരണം ഡേഞ്ചർ സോൺ അതൊരു വിഷമഘട്ടം തന്നെയാണ്. പക്ഷേ ഒരുപാട് മാറ്റം ജയകൃഷ്ണൻ, സൽമാനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ഇതിലുള്ള 15 പേരും നന്നായിട്ട് പാടാൻ കഴിവുള്ളവരാണ്. ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് മാർക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ അങ്ങനെ വരികയാണ്. പിന്നെ നിങ്ങളിൽ പലരും തന്നെ പറഞ്ഞു ഇവിടുത്തെ പ്രാക്ടീസ് ചെയ്തിരുന്നു, ഇവിടെ വന്നൊരു സ്റ്റേജ്, അതെ സമയം, നിങ്ങൾ കുറച്ച് സമയം കൊണ്ട് പാടുന്നതിന് നമ്മൾ മാർക്സ്. പിന്നെ ഇത്രയും കോമ്പറ്റീഷനും നല്ല ടൈറ്റാണ്, എല്ലാം നല്ല കുട്ടികളാണ്, നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്. ചെറിയ നമുക്ക് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ ചിലപ്പോൾ നമ്മൾ സമയം, നമ്മൾ ദിവസം, അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഇതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ടെൻഷൻ ഇങ്ങനെ ഒക്കെ ഒത്തിരി മാറി സ്റ്റേജ് വരുമ്പോഴേക്കും ശരിയാണ്, മനസ്സിലാവുന്നുണ്ട്. ഡേഞ്ചർ സോണിലെത്തി. ഇപ്പോൾ പലരും ചോദിച്ചില്ലേ നേരത്തെ, ബൈജി ഉമ്മയ്ക്ക് വിഷമാവും അല്ലേ? അതൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഷാൻ എന്താ പറയാൻ? എനിക്കറിയാം ഒരുപാട് സങ്കടമുള്ളൊരു കാര്യമാണ് ഇതിപ്പം. ഈ ഒരു എലിമിനേഷൻ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടാവും. പക്ഷേ രനത പറഞ്ഞ പോലെ ഞങ്ങൾ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ കണക്കിലെടുത്തിട്ടാണ് മാർക്ക് ഇടുന്നത്. കാരണം എല്ലാ കുട്ടികളും, ഈവൻ നമ്മളെ സർപ്രൈസ് ചെയ്ത കുട്ടികൾ വരെ ഇവിടെ ഉണ്ട്. മിസ്ജാദ്, സൽമാൻ, എല്ലാവരും, ജയകൃഷ്ണൻ, അഫ്നാസ്, എല്ലാവരും ഒരു പോയിന്റിൽ നമ്മളെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പം എന്തായാലും ഒരിക്കലും ഇതൊരു എൻഡ് ഓഫ് ദ റോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല ഇതിൽ. കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് എന്തായാലും വേണം. ഈ ഒരു പ്ലേ ബാക്ക് ആണെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും നിലനിൽക്കണമെങ്കിൽ കണ്ടിന്യൂസ് ഹാർഡ് വർക്ക്, കണ്ടിന്യൂസ് കോൺസെൻട്രേഷൻ ചെയ്തേ തീരും. അപ്പം നിരാശപ്പെടേണ്ട, എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യാം. താങ്ക് യു സർ. ഫൈസൽ സർ, ഇതിൽ പിന്നെ നമ്മുടെ ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ തിരഞ്ഞെടുത്ത പാട്ടുകളിലൊന്നും വലിയതായ ഒരു അപാകതയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം കത്തുപാട്ടും ട്രഡീഷണലൊക്കെ നമുക്ക് ലഭ്യമായ പാട്ടുകൾ ഒരുപാട്, നമ്മളതിനെ അന്വേഷിച്ച് പോകേണ്ട പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ തിരഞ്ഞെടുത്ത പാട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, അതൊരു കോമൺ ഫാക്റ്റാണ്, ഇവരൊന്നും വലിയ മോശക്കാരായ പാട്ടുകാരല്ല. ഇവർ ഡേഞ്ചർ സോണിൽ വരുന്നത് ഇവരെക്കാൾ നന്നായി മറ്റുള്ളവർ പാടിയതുകൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവരെപ്പോലെ ആവാനുള്ള ഒരു ശ്രമം നമ്മളെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ എത്ര പേര് പുറത്താണ്, എത്ര പേര് അകത്താണ് എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പം നമുക്കിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് കാണുക. അപ്പോൾ ഇതിലിപ്പോൾ വളരെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളോ അല്ലെങ്കിൽ ഉപദേശിക്കാൻ അർഹതയുള്ള ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ അത് പോസിറ്റീവായി എൻ്റെ നന്മക്കാണ് എന്ന് കണ്ട് അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളുകൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കൂട്ടത്തിൽ ഇപ്പോൾ സൽമാൻ, പിന്നെ നമ്മുടെ ജയകൃഷ്ണനൊക്കെ നമ്മുടെ ഈ ഷെഡ്യൂളിൽ പാട്ടുകളിൽ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അവർ. കാരണം ഇത് സൽമാൻ തന്നെയാണോ അല്ലെങ്കിൽ ജയകൃഷ്ണൻ തന്നെയാണോ എന്നൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ചർച്ച ചെയ്യേണ്ടായി. അപ്പോൾ അവർക്കത് സാധിക്കും എന്നുള്ളതാണ്. മിസ്ജാദിനെ ഞാൻ കണ്ടൊരു പ്രശ്നം, മിസ്ജാദ് ആവശ്യമില്ലാതെ ടെൻഷനുണ്ടെന്ന്, അങ്ങനെയൊന്നും കാര്യമില്ല. ഞാൻ എടുത്ത പാട്ട് പിന്നെയും സംശയങ്ങളാണ്. ആ പാട്ട് അവിടെ ഇവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാട്ടിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല നമ്മൾ ആശങ്കപ്പെടേണ്ടത്, കിട്ടിയ പാട്ട് നന്നായി പാടാനാണ്. അപ്പം നമ്മളിവിടെ ഞങ്ങളുടെ തീരുമാനം എന്തായാലും അത് സ്വീകരിക്കാൻ സജ്ജരാവുക. ഇന്നാവുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റായി കാര്യങ്ങളെ പോസിറ്റീവായി കാണുക.
അല്ലാത്തവർ ജീവിതത്തിലെ ഒരു അവസാനമായി ഇത് കാണരുത്, പാട്ടിൻ്റെ ഒരു അവസാനമായി ഇത് കാണരുത്. ജീവിതത്തിൻ്റെ അവസാനം എന്നല്ല, പാട്ടിൻ്റെ ഒരു അവസാനമായി ഇത് കാണരുത്. അവസരങ്ങൾ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ ഉപയോഗിച്ചു, മാക്സിമം നമ്മൾ ഇവിടെ ഉപയോഗിച്ചു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കുന്ന വിധം നാം അധ്വാനിക്കണം. ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്കൊരു ഫീൽ പിന്നീട് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നന്നായി ശ്രമിക്കണം. അപ്പോൾ അതിന് കാര്യങ്ങൾ പിന്നീടുള്ള അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക. എന്താണ് പറ്റിയ അബദ്ധം എന്ന് മനസ്സിലാക്കുക. നാം നമ്മെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടല്ല നമ്മെ വിലയിരുത്തേണ്ടത്. നീ നല്ല പാട്ടുകാരൻ, നിനക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പലരും പറയും. അതല്ല, എനിക്ക് കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. മറ്റുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നതല്ലേ കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ അവസരമാണ് നമ്മൾ കിട്ടിയതെന്ന് കാണുന്നതോടൊപ്പം ഇനി വീണ്ടും എനിക്ക് അവസരം വന്നാൽ ഞാനത് കൃത്യമായി ഉപയോഗിക്കുമെന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു സർ. സിദ്ദിഖ് സർ. സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നിരാശപ്പെടേണ്ടതുമില്ല. ഇപ്പം ഈ നിൽക്കുന്ന 5 പേരും അവരുടെ കഴിവുകൾക്കനുസരിച്ച് നന്നായി പെർഫോം ചെയ്തവരാണ്, നന്നായി പാടാൻ ശ്രമിച്ചവരുമാണ്. ഇപ്പോൾ ഫുട്ബോളിലൊക്കെ എത്ര ടീമാണ് മത്സരിക്കാൻ വരിക, അവസാനം ഒരു ടീമല്ലേ ഫൈനൽ ജയിച്ച് കപ്പ് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു പോസിറ്റീവായി ചിന്തിക്കുക. നമുക്ക് കിട്ടിയ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തി നിരാശപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. ഓരോ പരാജയവും വിജയത്തിൻ്റെ മുന്നേറ്റമാണെന്ന് കരുതുക. എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ വന്ന തെറ്റുകൾ അതൊരു പോസിറ്റീവായി കണ്ടെത്തി ഇനിയും നന്നായി പാടാൻ ശ്രമിക്കുകയും നമുക്കിപ്പം ജഡ്ജ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങളൊക്കെ ഒരു നല്ല നിർദ്ദേശമായി കാണുകയും ചെയ്യുക. വിജയങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. നമ്മുടെ എലിമിനേഷൻ പ്രോസസ്സ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്സ് അതെത്രയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആരൊക്കെ ഇന്നാവും, ആരൊക്കെ ഔട്ടാവും അല്ലേ? ജഡ്ജസിന് മാത്രമേ അതറിയുള്ളൂ. നമുക്ക് ചോദിച്ചു നോക്കാം. ഇതൊരു എന്താ പറയുക, വല്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും. കാരണം പാട്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ മുഹൂർത്തങ്ങളാണ്. അതിനിടയിൽ ഇവരൊക്കെ ഇവിടെ വന്ന് പാടി സന്തോഷത്തോടുകൂടി മാർക്കൊക്കെ വാങ്ങി തിരിച്ചു പോകും. എല്ലാവരും അങ്ങനെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് ആരോടും ഒരു പ്രത്യേക കൂടുതൽ സ്നേഹമോ ഒരു പ്രത്യേക ദേഷ്യമോ ആരോടും ഇല്ലല്ലോ. അപ്പോൾ നന്നായി പാടുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു മാനദണ്ഡം. അതിൽ വെച്ചാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ഒരു ഘട്ടമുണ്ട് ഇതിനെന്ന്. കാരണം എല്ലാവർക്കും 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഇവിടെ എലിമിനേഷനിൽ അല്ലെങ്കിൽ ഡേഞ്ചർ സോണിൽ വരാത്ത ആളുകൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ ആരെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖകരമായ കാര്യമല്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഷെഡ്യൂളിൽ അവസാനം ഒരുപാട് മാനസിക സംഘർഷങ്ങൾ പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു അവസരം നൽകിയാണത്. അവസരം നൽകിയത് ആരെയും ഔട്ടാക്കിയിട്ടല്ല. അന്ന് എല്ലാവരെയും പാട്ട് പാടാനുള്ള ഒരു റൗണ്ട് കൂടി അവർക്ക് അവസരം നൽകിയായിരുന്നു. ഈ ഷെഡ്യൂൾ കൂടി അവർ പാടട്ടെ, എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു എന്ന പരിശോധനയായിരുന്നു ശരിക്കും. ഇനിയും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അങ്ങനെ ഒരു ഷോ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ അവസരങ്ങൾ കുറേ ആളുകൾ ഉപയോഗിച്ചു, ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ നേരത്തെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് എങ്ങനെ ആരൊക്കെ ഈ ഒരു റൗണ്ടിൽ മെച്ചമായി പാടിയത്, അതിലും കൂടുതൽ മാർക്ക് കിട്ടിയവർ, കുറഞ്ഞ മാർക്ക് കിട്ടിയവർക്ക് അതൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വീണ്ടും എല്ലാവരെയും ഇന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അർത്ഥമില്ല എന്നറിയാം. ഇനി നമുക്ക് ആരെങ്കിലുമൊക്കെ ഔട്ടായേ പറ്റൂ. അതുകൊണ്ട് അതിനുള്ള ഒരു സാഹചര്യത്തിൻ്റെ ഒരു ആലോചനയുടെ ഒരു വിഷയം ഇവിടെ ഉണ്ട്. അതാണ് ഞങ്ങൾ വിധികർത്താക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ഇപ്പോഴത്തെ ഒരു ആലോചന. അതിൻ്റെ കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ ഒരു ആലോചനയിൽ അവസരം എങ്ങനെയാണ് നൽകേണ്ടത് എന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ
മാർക്ക് വളരെ കൃത്യമായി കുറവുള്ളവരും കൂടുതലുള്ളവരും ഒക്കെ നിങ്ങളുടെ ഈ 5 വേരിയേഷൻസ് ഉണ്ട് മാർക്കിൽ. അതൊക്കെ ഞങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടി സ്വീകാര്യമായ തീരുമാനമാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഒറ്റയടിക്ക് ഒരാൾ ഒഴിവാക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കുക എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ഞങ്ങളുടെ 4 പേരുടെയും ആ തീരുമാനം ഷാൻ റഹ്മാൻ പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങൾ 5 പേരും നല്ല സിംഗേഴ്സാണ്. നിങ്ങൾ തമ്മിലുള്ള മാർക്സ് പോലും ചെറിയ ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡെസിഷനിലെത്തിയത്. ഇപ്പം എലിമിനേഷൻ എന്തായാലും ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് പോലെ അല്ല ഇത്തവണ എലിമിനേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദെയർ. അപ്പോൾ എലിമിനേഷന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളുടെ 1 സോങ് അതായിരിക്കും ഒരു പക്ഷേ കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത്. സോ ആ ഒരു 1 സോങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പം ആ ഒരു സോങ്ങിൻ്റെ മാർക്സ് കൂടി നമ്മുടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ ജഡ്ജ്മെൻറ്റ്. സോ ആ ഒരു സോങ് എല്ലാവരും എല്ലാവർക്കും ഓരോ പാട്ട് പാടാനുള്ള ഒരു അവസരം ജഡ്ജസ് തന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ തീരുമാനമാണ് ഓരോ സോങ്ങിലൂടെ. തയ്യാറായില്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓരോ പാട്ട് വീതം പാടാം. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇന്നാണോ ഔട്ടാണോ. ഇപ്പം നിങ്ങളുടെ ടോട്ടൽ മാർക്സിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സോങ്ങിൻ്റെ പെർഫോമൻസിൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇന്നാണോ ഔട്ടാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ രേണു ചേച്ചി, ഇതിൽ 5 പേരുണ്ട്. ഇതിൽ ആരായിരിക്കണം ആദ്യം പാടേണ്ടത്? അതെ, ഈ 5 പേർക്കും നമ്മൾ ഓരോ അവസരം കൊടുത്തിരിക്കുകയാണ്. എനിക്കറിയാം ഈ 5 പേരും നല്ല ടെൻഷനിലാണ്. അപ്പോൾ നാളെ ഇപ്പം നമ്മൾ ഒരു ഫൈനൽ അല്ലേ, സെമി ഫൈനൽ, ഫൈനൽ, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലോട്ട് പോകുമ്പം എങ്ങനെയായിരിക്കും, എന്തായാലും എല്ലാവരും ടെൻഷനായിരിക്കും അത്. അപ്പോൾ ടെൻഷനൊക്കെ വരുമ്പോൾ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എങ്ങനെ പാടും, എങ്ങനെയായിരിക്കും എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കും. അപ്പം മനീഷ തന്നെ ആവട്ടെ ആദ്യം. മനീഷ കുട്ടി, അപ്പോൾ ആദ്യം പാടാൻ ചാൻസ് കിട്ടിയിരിക്കുന്നത് മനീഷയ്ക്കാണ്. നല്ലോണം പാടണം. ഈ പാട്ടിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇനി ഈ 14-ാം രാവിലെ മനീഷ ഉണ്ടാവോ അതോ ഔട്ടാവോ അല്ലേ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
അടുത്തത് മിസ്ജാദ് സാബു. മിസ്ജാദ്. അപ്പോൾ രണ്ടാമത് മനീഷ കഴിഞ്ഞിട്ട് പാടേണ്ടത് മിസ്ജാദാണ്. നല്ലോണം പാടുക. ഓക്കെ. മേലെ വാനത്ത് ശൗവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മേലെ വാനത്ത് ശൗവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. റബ്ബിൽ സ്തുതിയോതിടാം, മൊഞ്ചിൽ ഇശൽ പാടിടാം. റബ്ബിൽ സ്തുതിയോതിടാം, മൊഞ്ചിൽ ഇശൽ പാടിടാം. എങ്ങും വീശുന്നല്ലോ അത്തറിൻ പൂമണം. മേലെ മാനത്ത് ശൗവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. ഷഹ്റു റമളാൻ സൗഭാഗ്യത്തിൻ തണലേകുന്നു, ഈദുൽ ഫിത്തറിന്റെ മഹനീയ പൊലിവേകുന്നു. ഷഹ്റു റമളാൻ സൗഭാഗ്യത്തിൻ തണലേകുന്നു, ഈദുൽ ഫിത്തറിന്റെ മഹനീയ പൊലിവേകുന്നു. മുത്തഖീങ്ങൾ സന്തോഷത്തിൽ ആറാടുന്നു, മുഖം ഈമാനിൻ തേജസ്സിൽ മിന്നിടുന്നു. മുത്തഖീങ്ങൾ സന്തോഷത്തിൽ ആറാടുന്നു, മുഖം ഈമാനിൻ തേജസ്സിൽ മിന്നിടുന്നു. മേലെ മാനത്ത് ശൗവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. തങ്കത്തരുണികൾ ഇശൽ മൂളിച്ചിരി തൂകുന്നു, കയ്യിൽ മൈലാഞ്ചി ചിത്രം വരച്ചിടുന്നു. തങ്കത്തരുണികൾ ചിരി തൂകുന്നു, കയ്യിൽ മൈലാഞ്ചി ചിത്രം വരച്ചിടുന്നു. എങ്കും പുത്തൻ ലിബാസിൽ വിളങ്ങിടുന്നു, എങ്ങും ഷറഫോടെ തക്ബീർ ചൊല്ലിടുന്നു. എങ്കും പുത്തൻ ലിബാസിൽ വിളങ്ങിടുന്നു, എങ്ങും ഷറഫോടെ തക്ബീർ ചൊല്ലിടുന്നു. മേലെ മാനത്ത് ശൗവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മേലെ മാനത്ത് ശൗവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. റബ്ബിൽ സ്തുതിയോതിടാം, മൊഞ്ചിൽ ഇശൽ പാടിടാം. റബ്ബിൽ സ്തുതിയോതിടാം, മൊഞ്ചിൽ ഇശൽ പാടിടാം. എങ്ങും വീശുന്നല്ലോ അത്തറിൻ പൂമണം. മേലെ മാനത്ത് ശൗവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മേലെ മാനത്ത് ശൗവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിന്റെ എലിമിനേഷൻ എപ്പിസോഡിന്റെ ആദ്യ ഭാഗം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. വീണ്ടും കാണും വരെ എ ബിഗ് ബൈ ഫ്രം ദ എൻറ്റയർ ക്രൂ ഓഫ് 14-ാം രാവ്.